നമസ്കാരം സാർ. SFIക്കുള്ളിൽ പോപ്പുലർ ഫ്രണ്ട് ആൾക്കാർ കടന്നുകൂടുന്നു, ഇരു കൂട്ടർക്കും അക്രമമാണ് പ്രിയങ്കരം എന്ന് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടായിരിക്കാമെന്നാണ് സാർ കരുതുന്നത്? അല്ല, അക്രമം രണ്ടു കൂട്ടർക്കും ഉണ്ട് എന്നത് സത്യമാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ ഈ SFIയുടെ അക്രമ സ്വഭാവവും പോപ്പുലർ ഫ്രണ്ട്, നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ വകഭേദങ്ങളായ മറ്റു പലരും ഉണ്ടല്ലോ. ഇപ്പോൾ SDPI ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന് ഇടക്കാലത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ആരോപണങ്ങൾ വലിയ തോതിൽ നേരിട്ടിട്ടുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടിനെ പോറ്റുന്നത് ആരാണ് എന്നൊരു ചോദ്യം. ഇപ്പം മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് SDPI എന്ന രാഷ്ട്രീയ പാർട്ടി വരുന്നതിന് മുമ്പ് കേരളത്തിലുണ്ടായ വലിയ ചോദ്യമാണ്. ഞങ്ങളൊക്കെ പലപ്പോഴും അതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഈ മൂവ്മെൻറ്റിനെ ആരാണ് പോറ്റുന്നത്? അതിൽ ആദ്യ ആരോപണം നേരിട്ടത് മുസ്ലിം ലീഗാണ് കേട്ടോ. മുസ്ലിം ലീഗ് ഈ SDPI ഉണ്ടാകുന്നതിന് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ സൗകര്യങ്ങൾ ഉപയോഗിച്ചിരുന്നത് മുസ്ലിം ലീഗാണെന്നൊരു ആരോപണം വലിയ തോതിലുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിം തീവ്രവാദം ഇപ്പോൾ ഈ അബ്ദുൽ നാസർ മദനി ഒതുങ്ങിപ്പോയതിന് ശേഷം, ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ആണല്ലോ ഇപ്പോൾ ഈ NDF എന്ന പേരിൽ ഇവരുണ്ടാകുന്നത്, നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ട് എന്ന പേരിൽ. അതിൻ്റെ വകഭേദങ്ങൾ, അതിൻ്റെ ഒരു വികസിത രൂപമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് വന്നത്. അവർക്ക് പിന്നെ എല്ലാ മേഖലയിലും ഇപ്പോൾ RSS പോലെ വിശാലമായ ശാഖകളുണ്ടായി. ക്യാമ്പസ് ഫ്രണ്ട്, വിമൻസ് ഫ്രണ്ട് ഒക്കെ ഉണ്ടായി. അപ്പോൾ ഈ സമയത്ത് ഒരു ആരോപണം ഉണ്ടായത്, ഇവർക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് ഇവരെ രാഷ്ട്രീയമായി ഇവരുടെ യജമാന്മാരാരാണ്? ആ കാലത്ത് മുസ്ലിം ലീഗിൻ്റെ ചില കേസുകളൊക്കെ ഗവൺമെൻറ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ചില ക്യാമ്പുകളിൽ, ചില പ്രദേശങ്ങളിലൊക്കെ, കണ്ണൂരിലെ നാറാത്ത്, ചില പ്രദേശങ്ങളിലൊക്കെ ഈ നേർക്കുനേരെ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി, ഇപ്പോൾ മലപ്പുറത്തും ചില കേന്ദ്രങ്ങളിലുണ്ടായിരുന്നു, മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോട് കൂടിയിട്ട് സഹായിച്ചിരുന്നു. മാത്രമല്ല UDF അധികാരത്തിലിരിക്കുമ്പോൾ മുസ്ലിം ലീഗ് MLA ആയിരുന്ന, അന്നത്തെ മുസ്ലിം ലീഗ് MLA ആയിരുന്ന KNA ഖാദറിൻ്റെ ശുപാർശ പ്രകാരം ഈ പോപ്പുലർ ഫ്രണ്ടിനെതിരെ വന്ന കേസുകൾ പിൻവലിക്കപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുസ്ലിം ലീഗാണ് ഇവരെ പോറ്റുന്നത് എന്നൊരു ആരോപണം വന്നിരുന്നു. പക്ഷേ പിന്നീട് മുസ്ലിം ലീഗിന് അത് വലിയ ബാധ്യതയായി. പല കാരണങ്ങളാൽ ജോസഫ് മാഷ കൈവെട്ടി, ഈ വലിയ മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇവർ പല ക്രിമിനൽ കേസുകളിൽ പ്രതികളായി. ഒരു മുസ്ലിം ലീഗ് നേതാവിനെ മൂവാറ്റുപുഴയിൽ ഇവർ ആക്രമിച്ചു. അഷ്റഫ് എന്നാ മറ്റോ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നു അന്ന്, പഴയ ഓർമ്മ. എന്തായാലും അവർ പതുക്കെ ഇവർക്ക് അപ്പോഴും ഒരു സൗകര്യമുണ്ട്. ഇവർക്ക് മുസ്ലിം ലീഗ് പതുക്കെ അവരെ അകറ്റി നിർത്താൻ തുടങ്ങിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇവരുണ്ടാക്കുന്ന ദുഷ്പേര് മുസ്ലിം ലീഗിന് സഹിക്കാൻ പറ്റാതായി. വേറൊരു ഗുണം കൂടിയുണ്ട്, രാഷ്ട്രീയമായൊരു സൗകര്യം കൂടി അവർ ഉപയോഗപ്പെടുത്തി. എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം തീവ്രവാദി ആരാണെന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങളുടെ വർഗീയവാദി ആരാണെന്ന് ചോദിച്ചാൽ അവന്മാരാണ് എന്ന് പറഞ്ഞിട്ട് ഈ തരത്തിലുള്ള കുറ്റങ്ങളിൽ നിന്നൊക്കെ, കുറ്റകൃത്യങ്ങളിൽ നിന്നൊക്കെ, ഇത്തരം ആരോപണങ്ങളിൽ നിന്നൊക്കെ മുസ്ലിം ലീഗിന് സമർത്ഥമായിട്ട് മാറി നിൽക്കാനും പറ്റി. അതാ വല്ലാത്തൊരു പ്ലേ ആയിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവർ ഒറ്റപ്പെട്ടത്. അപ്പോഴാണ് എനിക്ക് തോന്നുന്നു സമാനമായ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളൊക്കെ ആയിട്ട് ചേർത്തിട്ട് ഇവർ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത്, SDPI. സത്യത്തിൽ ഇപ്പോൾ ആ കവറാണ് എല്ലാം അവർ നിന്ന് പോകുന്നത്. SDPI ആകുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചപ്പോൾ PF തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗീകാരമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി നിരോധിക്കാൻ എളുപ്പമല്ല. അതിന് ഒരുപാട് കടമ്പകളുണ്ട്. മറ്റേത് ഗവൺമെൻറ് തീരുമാനിച്ചാൽ, നയപരമായി പോലീസിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ആഭ്യന്തര വകുപ്പിന് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോഴും SDPI രംഗത്തുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് പുതിയൊരു കവർ വേണ്ട. പക്ഷേ ഇടക്കാലത്ത് വന്നൊരു ആരോപണം, മുസ്ലിം ലീഗ് ഇവരെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് രാഷ്ട്രീയ സുരക്ഷ കൊടുത്തത് ഇടതുപക്ഷമാണ് എന്നൊരു ആരോപണം വന്നു പലയിടത്തും. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഒരു ബ്രാഞ്ച് സമ്മേളനത്തിൽ ഇതിനെക്കുറിച്ച് ചർച്ചയുണ്ടായി. അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒറ്റപ്പെട്ട ബ്രാഞ്ചുകളിലേ ഉണ്ടാവുള്ളൂ. പണ്ട് എനിക്ക് തോന്നുന്നു ഒരു 8-10 കൊല്ലം മുമ്പ് വ്യാപകമായി ചർച്ച നടന്നിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നുഴഞ്ഞു കയറാനുള്ള തീരുമാനം അവരെടുത്തതായിട്ട് വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഈ ഇടതുപക്ഷ പാർട്ടികളിൽ നല്ല അവർ പറഞ്ഞു, രാജ്യത്തെ എല്ലാ പാർട്ടികളിലും നമ്മൾ നുഴഞ്ഞു കയറണം. എന്തിന്? നമ്മളീ പറയുന്ന തീവ്രവാദപരമായ ആശയങ്ങൾ വളരെ സമർത്ഥമായി പാർട്ടിക്കുള്ളിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ, ആളുകളിലേക്ക് എത്തിക്കാൻ, അവിടുത്തെ പാർട്ടി ചർച്ചകൾക്കകത്ത്, സംഘടനാ ചർച്ചകൾക്കകത്ത് ഈ ആശയം കൊണ്ടുവരാമല്ലോ. ഒരു ഇഷ്യൂ വരുമ്പോൾ എന്ത് നിലപാടെടുക്കണം, അത് തീവ്രവാദപരമാക്കി തീർക്കാൻ അവർ ബോധപൂർവ്വം നുഴഞ്ഞു കയറിയിരുന്നു എന്നൊരു ആരോപണം ചിലയിടത്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ചിലരെയൊക്കെ പുറത്താക്കിയതിൻ്റെ. ഒരു സംശയം ചോദിക്കട്ടെ സാർ, ഈ PFIയെ കുറിച്ചും ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ
അത് പൊതുവെ മുസ്ലിം സമുദായത്തിന് മൊത്തത്തിലുള്ള ആരോപണമാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഒരു ശ്രമം നടക്കാറില്ലേ? അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതൊരു വലിയ അപകടമാണ്. ഇതിൽ ഇപ്പോൾ ചെയ്യുന്നൊരു പണി അതാണ്. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നേരത്തെ തന്നെ ഒരു ഇസ്ലാമോഫോബിയയിലാണ് ഇവരുടെയൊക്കെ അന്നം. നമ്മളെ ഒരു ഇരവാദം ഉയർത്തുക, നമ്മൾ കഷ്ടത്തിലാണ്, നമ്മൾ മഹാനഷ്ടത്തിലേക്കും നാശത്തിലേക്കുമാണ് പോകുന്നത്, നമ്മുടെ കാര്യം മഹാ അപകടമാണ്, നമുക്ക് രക്ഷയില്ല. നമുക്ക് രക്ഷ ഇല്ല എന്ന് പറയുന്നതിന് വേറൊരു കാര്യമില്ല, ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, രക്ഷപ്പെടാനല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനതയെ ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഫീല് വളർത്തിയിട്ട് അതിനെ ഒന്നിപ്പിക്കുക. കമ്മ്യൂണൽ പോളറൈസേഷൻ മാത്രമേ അത് വോട്ടാക്കി മാറ്റാം, അത് പണമാക്കിയും മാറ്റാം. പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വലിയ തോതിലുള്ള ആസ്തിയുണ്ട്, വലിയ തോതിലുള്ള വരവുണ്ട്, പണമുണ്ട്. അപ്പോൾ അതൊരു ബിസിനസ്സും കൂടിയാണ് ഒരർത്ഥം. തീവ്രവാദ പ്രവർത്തനം വലിയൊരു ബിസിനസ്സാണ് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അതിന് മുമ്പ് NDF എന്നാണ് അവരുടെ മാതൃസംഘടനയുടെ പേര്, നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ട്. അതിൻ്റെ സുപ്രീം കൗൺസിൽ അംഗങ്ങളുടെയൊക്കെ ആസ്തി ഒരു ഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. പലരും പ്രസിദ്ധീകരിച്ചിരുന്നു, പലരും പറഞ്ഞിരുന്നു, പ്രസംഗിച്ചിരുന്നു. അത് വലിയ തോതിൽ നോക്കി നിൽക്കെ വളരുകയാണ് അവരുടെ ആസ്തി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ വിദേശ പണമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ തിയേറ്ററുകൾ കത്തിക്കുമായിരുന്നു ഇവർ. അത് വാർത്ത ഉണ്ടായിരുന്നു. ഒരു തിയേറ്റർ കത്തിയാൽ എന്താ ലാഭം എന്ന് വെച്ചാൽ, ഒരു പോലീസ് കേസിൽ ആരെങ്കിലും ഒരാൾ, ഒരിക്കലും തിയേറ്ററിലെ ഇരുട്ടിൽ ആരാണ് ഈ പെൻ ബോംബ് എന്നൊക്കെയാണല്ലോ അതിന് പറയുക, ആ കത്തിക്കുന്ന ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. കണ്ടാൽ അറിയാവുന്ന കുറച്ച് പേരുടെ പേരിൽ കേസെടുത്തു എന്ന് വരും. പക്ഷേ ഒരു കേസല്ല. സിനിമ എന്ന് പറയുന്ന ഒരു കലാരൂപം തന്നെ മുസ്ലിം വിരുദ്ധമാണെന്ന് പ്രചരിപ്പിച്ചിട്ട് അതിനുവേണ്ടി പണം പിരിക്കാൻ പറ്റും, വിദേശത്തു നിന്നും അകത്തുനിന്നും പൈസ പിരിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. മന്ത്രവാദികളെ കൊന്നിരുന്നു. ഈ പൈസയൊക്കെ എന്തിനു വിനിയോഗിക്കും? അതെ, ഇവിടെ അവരുടെ എല്ലാ മതം മാറ്റത്തിൻ്റെ ഏജൻസികളുണ്ട്, അതിനുവേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. ഇവർ ഒരുപാട് സ്ഥാപനങ്ങളിൽ ആയുധ പരിശീലനങ്ങൾ നടന്നിരുന്നു. പോലീസ് പറയും ഇല്ല എന്ന്. കാരണം എന്താ വെച്ചാൽ പോലീസിനകത്തും ഇവർ പരിശോധനയ്ക്ക് പോകുമ്പോഴേക്ക് റിപ്പോർട്ട് ഇവർക്ക് കിട്ടാൻ ആളുകളുണ്ട്. ജോസഫ് മാഷെ കൈവെട്ടിയത് ആരെയും ആലോചിച്ചു. രണ്ട് കാര്യങ്ങൾ ജോസഫ് മാഷെ കൈവെട്ടിൽ പരിശോധിക്കേണ്ടതാണ്. ഒന്ന്, ജോസഫ് മാഷെ കൈവെട്ടിയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, മുസ്ലിം പേരുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കുമ്പോൾ പറയുകയാണ്, നിങ്ങളെ ഞാൻ വിടൂല, കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇസ്ലാമിൻ്റെ പ്രവാചകനെ. ആ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലും ഇത്തരത്തിൽ വർഗീയമായി സ്വാധീനിച്ചാൽ പിന്നെ നീതി എവിടെ കിട്ടും? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആ കേസിൽ അന്ന് പ്രതി ചേർക്കപ്പെട്ട ഒരാൾ പിന്നീട് അദ്ദേഹത്തിനത് തെളിവില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ട ഒരു പ്രതി ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചിട്ട് ജയിലിൽ കിടന്ന് മത്സരിച്ചിട്ട് വമ്പിച്ച ഭൂരിപക്ഷത്തിന് ജയിച്ചു. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഈ തീവ്രവാദികൾക്ക് ഇവർ കൊടുത്ത പിന്തുണയാണ്. ഇപ്പോഴും ജോസഫ് മാഷെ കൈവെട്ടിയത് തെറ്റായി എന്ന് പറയുന്നവർ വളരെ ചുരുക്കമാണ്. ജോസഫ് മാഷെ ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മഹാത്യാഗത്തിനെയും ഇപ്പോൾ അദ്ദേഹം കാണിക്കുന്ന ഒരു വിൽ പവറിനെയൊക്കെ ആളുകൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ജോസഫ് മാഷ് ചെയ്തത് നിഷ്കളങ്കമാണെന്ന് ആളുകൾ പറയുന്നില്ല. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചു, അറ്റുപോകാത്ത ഓർമ്മകൾ. ആ പുസ്തകത്തിൽ അദ്ദേഹം അത് വായിച്ച് നമുക്ക് കൃത്യമാണ്. ഞാൻ അദ്ദേഹമായിട്ട് വളരെ അടുപ്പുള്ള ഒരാളാണ്. അദ്ദേഹം മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു മതത്തിനെതിരായിട്ടും പ്രചരണം നടത്തിയ ഒരാളല്ല. അതിനേക്കാളേറെ ആ മനുഷ്യനെ ഉപദ്രവിച്ചത് ആരാണ്? ആ മനുഷ്യനെ കൈവെട്ടിയ SDPIക്കാർ ഉപദ്രവിച്ചതിനേക്കാളും വലിയ ഉപദ്രവം കത്തോലിക്ക സഭയാണ് അദ്ദേഹത്തോട് കാണിച്ചത്. അദ്ദേഹത്തിൻ്റെ ജോലി കളഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മരണത്തിന് കാരണം എല്ലാം അതാണ്. ഇപ്പോൾ അദ്ദേഹം എല്ലാ മതങ്ങളെയും വിട്ടൊഴിഞ്ഞ് ഒരു മതരഹിതനായി ജീവിക്കാനുള്ള ഒരു പുതിയ ആശയവുമായി. എന്നാൽ സമ്മതിക്കണം, അദ്ദേഹത്തിൻ്റെ ഒരു വിൽ പവർ അപാരമാണ്. ഇപ്പോഴും നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ, നിറഞ്ഞ നർമ്മത്തോടെ ജീവിതത്തെ അദ്ദേഹം ഫേസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത് ഇപ്പോൾ ജോസഫ് മാഷുടെ സംഭവം ഉൾപ്പെടെ ഇതൊക്കെ ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് വളരെ സൗമ്യമായിട്ടും മൗനമായിട്ടെങ്കിലുമൊക്കെ പ്രചരിപ്പിക്കുന്നത് അവന്മാരും ഇവിടെ വേണം. അവരെ പേടിപ്പിച്ച് നിർത്താനോ എന്നാലോചിച്ച് നോക്കൂ. എന്തായിരുന്നു അവിലും മലരും കുന്തിരിക്കും അല്ലേ? ആലപ്പുഴയിൽ മുദ്രാവാക്യം കൊച്ചുകുട്ടികളെ കൊണ്ടല്ലേ വിളിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ കേരളീയ സമൂഹത്തിൻ്റെ അറിവും സമ്മതവും ഇല്ലാതെ, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നല്ലൊരു ഒരു മൗനസമ്മതമെങ്കിലും ഇല്ലാതെ നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഈ ആരോപണം ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, പോപ്പുലർ ഫ്രണ്ട് ഇല്ല. SDPI വളരെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലാണ്. NIAയുടെ നിരീക്ഷണമാണ്. എന്ത് രാഷ്ട്രീയ പാർട്ടി ആയാലും അവർ നിരീക്ഷണത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് സമർത്ഥമായിട്ട് അവർ ഇടക്കാലത്ത് ഇടതുപക്ഷത്തേക്ക് നുഴഞ്ഞു കയറുന്നു എന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഗവർണർ ഇപ്പോൾ ഇതിൻ്റെ വസ്തുതകളോ വിവരങ്ങളോ വെച്ചിട്ടാണോ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഗവർണറുടെ നിരീക്ഷണം കണക്കിലാണ് രണ്ടും അക്രമികളാണ്.
അക്രമത്തിൻ്റെ ഒരു മാർഗം. SFIയെക്കുറിച്ച് SFIക്ക് ആ ആരോപണം കേൾക്കേണ്ടതാണ്, അവർ കിട്ടേണ്ടത്. എന്താ കാരണം എന്ന് വെച്ചാൽ SFI ഇതൊന്നും ആയിരുന്നില്ല. SFI അക്രമം കാണിച്ചിരുന്നെങ്കിൽ പോലും അതിന് സാംസ്കാരികമോ സാമൂഹികമോ വിദ്യാഭ്യാസപരമോ ഒക്കെ ആയ ന്യായമെന്ന് ആർക്കും തോന്നുന്ന കാരണങ്ങളുള്ളപ്പോഴാണ് അവർ സമരം നടത്തിയിരുന്നത്. ആ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ വല്ലപ്പോഴും ഒക്കെ പൊതുമുതൽ നശിപ്പിച്ചു എന്നൊക്കെ ആരോപണം കേട്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, അക്രമം മാത്രമേ അറിയൂ, കയ്യിൽ അതേ ഉള്ളൂ. ഇപ്പോൾ സാഹിത്യമില്ല, സംസ്കാരമില്ല, കവിതയില്ല, പ്രണയമില്ല, അധ്യാപകനും വിദ്യാർത്ഥിയും ഇല്ല. അവരുടെ ഒരു SFIക്കാരൻ ഒരു ക്യാമ്പസ് കണ്ടാൽ എല്ലാവർക്കും ബഹുമാനമായിരുന്നു, അധ്യാപകർക്കും ബഹുമാനം, കാരണം അവനായിരിക്കും ഏറ്റവും നല്ല മര്യാദക്കാരൻ. അങ്ങനെ ഒരു കാലമുണ്ട്. SFIക്കാർ ആ കൾച്ചർ കളഞ്ഞു കുളിച്ചതുകൊണ്ട് ഇപ്പോൾ ആർഷോ എന്ന് ആലോചിച്ചു. എൻ്റെ കാലത്തെ, ഞാൻ പഠിക്കുന്ന കാലത്ത്, മോൾക്കത് ഓർമ്മയുണ്ട്, ഞാൻ പഠിക്കുന്ന കാലത്ത് SFIയുടെ നേതാവ് സുരേഷ് കുറുപ്പാണ്. നിങ്ങളുടെ കാലത്തെ ഇപ്പോഴത്തെ SFI നേതാവ് ആർഷോ ആണ്. 2 പേഴ്സണാലിറ്റി എടുത്താൽ മതി, 2 സംസ്കാരമാണത്, 2 ലോകമാണത്, 2 ആകാശമാണത്. അതുകൊണ്ട് SFIക്ക് ഇപ്പോൾ ഗവർണർ എന്നല്ല എല്ലാവരും അങ്ങനെ പറയും, അവരക്രമികളാണ്, അക്രമം മാത്രമേ കയ്യിലുള്ളൂ. അതുകൊണ്ട് അവർ ആ ചോദ്യം നേരിടാൻ. പക്ഷേ SDPIയുടെ കൂട്ടത്തിൽ കൂട്ടേണ്ട അക്രമമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് റിലീജിയസ് ഫാസിസമാണ്, ഒരുതരം മതപരമായ തീവ്രവാദമാണ് മറ്റവരുടെ കയ്യിലുള്ളത്. ഇത് സമാനമായ പൊളിറ്റിക്കൽ ഫാസിസം എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള അക്രമം. 2 അഗ്രസീവാണ്, 2 അക്രമമാണ്, യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്യുന്നത് പാരലായിട്ടാണെങ്കിൽ ഞാൻ അംഗീകരിക്കും. ഇപ്പോൾ ഇസ്ലാമികമായ ഇപ്പോൾ SDPI അക്രമം കാണിക്കുന്നു, അവരുടെ രീതിശാസ്ത്രം അങ്ങനെയാണ്. SFI അക്രമം കാണിക്കുന്നു, അക്രമം ശരിയല്ല എന്നൊരു മാനദണ്ഡം വെച്ചിട്ടാണെങ്കിൽ രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റും. രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടായാലും മതത്തിന് രണ്ടായാലും മനുഷ്യനെ കൊല്ലുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്, ജനവിരുദ്ധമാണ് എന്ന് പറയാൻ പറ്റും. ആ അർത്ഥത്തിലാണ് ഗവർണർ പറഞ്ഞെങ്കിൽ ശരിയാണ്. അതേസമയത്ത് ഇത് രണ്ടും ഒരേ പ്രത്യയശാസ്ത്ര പ്രകാരം ഒരേ ആവേശത്തിലും ഒരേ ആശയത്തിലും ഒന്നും കൊല്ലാൻ നടക്കുന്നവരല്ല. ആ അർത്ഥത്തിൽ ഇസ്ലാമിക തീവ്രവാദികളെ വേറെ ഒരു കാഴ്ച കൊണ്ട് തന്നെ കാണേണ്ടതുണ്ട്. ഇപ്പോൾ SFI അക്രമം കാണിക്കുമ്പോൾ ഒരു കാര്യം കൂടി കാണേണ്ടത്, ഇവർക്ക് പാരലലില്ല. SFI അക്രമം കാണിക്കുമ്പോൾ അപ്പുറത്ത് കൂടുതൽ അക്രാമകമായ ഒരു KSU ഉണ്ടാകുന്നില്ല, കൂടുതൽ അക്രമം കാണിക്കുന്ന ഒരു MSF ഉണ്ടാകുന്നില്ല. SFI അക്രമം കാണിച്ച് അവർ അക്രമികളായി ഒറ്റപ്പെട്ടു പോകുന്നേ ഉള്ളൂ. അവരുടെ അക്രമം സഹിച്ചാൽ മതി. അതേസമയത്ത് പോപ്പുലർ ഫ്രണ്ട് അക്രമം കാണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അക്രമം മാത്രമല്ല, അതിൻ്റെ 10 മടങ്ങ് ശക്തിയോടുകൂടി തിരിച്ചടിക്കാൻ മറ്റൊരു വർഗീയ ശക്തി, ഒരു ശക്തിയല്ല, പല ശക്തികളും വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദു സമൂഹത്തിൽ മാത്രമല്ല, ഇപ്പോൾ RSSൻ്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന തീവ്രവാദവും വർഗീയതയും മാത്രമല്ല, ക്രിസ്ത്യൻ തീവ്രവാദവും വലിയ തോതിൽ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ശക്തിപ്പെട്ടു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നിന് ബദലായി ഒരുപാട് പാരലലുകൾ ഉണ്ടാകുന്ന അക്രമം കൂടിയാണ് പോപ്പുലർ ഫ്രണ്ടൊക്കെ നടത്തുന്നത്. ഇതിനെയും കമ്പയർ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ രണ്ടും അക്രമം കാണിക്കുന്നു, നമ്മുടെ സമാധാനത്തിന് ഭംഗം വരുത്തുന്നു എന്ന അർത്ഥത്തിലാണെങ്കിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സാർ പറഞ്ഞതിനെ നമുക്ക് സ്വീകരിക്കാം, സ്വാഗതം ചെയ്യാം. ശരി, നന്ദി സാർ. ഓക്കെ.